വചനവയൽ എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം. വചന പഠന കളരി 2 ഇന്ന് ആരംഭിച്ചു. വളരെ തീഷ്ണതയോടെ അനേകം കൂട്ടായ്മകൾ രൂപീകരിച്ചുകൊണ്ട് വചനം വായിക്കുവാനുള്ള ഒരുക്കമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെടുത്തത്. ഇന്നലെ രാത്രി വരെ അത് വളരെ ഭംഗിയായിട്ട് ഏകോപിപ്പിക്കാൻ ഓരോ സ്ഥലങ്ങളിലുള്ളവർ ശ്രമിക്കുകയും ചെയ്തു. അവരെ ഞാൻ അഭിനന്ദിക്കട്ടെ. കൂടുതൽ കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാകട്ടെ. ഒരു മാസം കൂടെ സമയം നമുക്ക് എടുത്ത് കൂട്ടായ്മകൾ രൂപീകരിച്ചാലും 335 ദിവസം കൊണ്ട് അടുത്ത സ്വർഗാരോഹണ തിരുനാളിന് മുമ്പായിട്ട് വചനം ഒരു തവണ വായിച്ചു തീർക്കാൻ സമയമുണ്ട്. ആയതിനാൽ ഇപ്പോൾ കൂട്ടായ്മയിൽ ആയിരിക്കുന്നവർ തങ്ങളുടെ കൂട്ടുകാരെയും അയൽവാസികളെയും സഹകാരികളെയും തങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ട് കൂട്ടായ്മയുടെ സ്ട്രെങ്ത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അത്രയും 250 പേരെ വരെ ഉൾച്ചേർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇനിയും സജീവമായി നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നേതൃത്വത്തിൽ പുതിയ ഗ്രൂപ്പുകൾ തുടങ്ങുവാൻ സാധിക്കട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഓരോരുത്തരും താങ്കളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഫോം ചെയ്യണം. വചന പാരായണ ഗ്രൂപ്പ് ഫോം ചെയ്യണം. ഓരോ കുടുംബത്തിലും ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ്, ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട സഹോദരിമാരും അവരുടെ ബന്ധുമിത്രാദികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വചന പാരായണത്തിനായി രൂപീകരിച്ചാൽ അത് നിരന്തരം നിങ്ങൾ കുടുംബത്തിൻ്റെ സുസ്ഥിതിക്കും നിലനിൽപ്പിനും ദൈവാനുഗ്രഹ പ്രാപ്തിക്കും വചനത്തിൽ ആഴപ്പെടുവാനും സഹായകരമായ ഒരു വഴിയായി തീരുന്നതാണ്. ആയതിനാൽ ഈ മേഖലയിൽ കൂടുതൽ ഈ മാസം ശ്രദ്ധിക്കുവാൻ പരിശ്രമിക്കുക. ആദ്യ ആഴ്ചയിലെ നിയോഗം മറക്കരുത്. കൊറോണ രോഗികൾക്കായി മാറ്റിവെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം വ്യക്തിഗതമായ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വചനം വായിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും രണ്ടാം വചനപാരായണ കളരിയിൽ കൂടുതൽ അംഗങ്ങൾ കൂടുതൽ സജീവതയോടെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ പ്രവർത്തന സജ്ജരാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വചന പാരായണത്തിലെ ദിവസം 4 അധ്യായം വീതം വായിച്ച് മുമ്പോട്ട് പോകുവാൻ സാധിക്കാത്തവർക്ക് ഒരു സുവർണ അവസരം വചനവയൽ ഒരുക്കുന്നു. വചനവയലിൻ്റെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ പെന്തക്കോസ്താ തിരുനാൾ മുതൽ എല്ലാ ദിവസവും ഒരു അധ്യായം വായിച്ച് ഉത്തരമെഴുതുവാൻ അവസരമുണ്ടാകുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പോലെ വചന വിരുന്ന് കഴിക്കുവാൻ വചനവയൽ പ്ലാറ്റ്ഫോമിൽ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും രാവിലെ 5 മുതൽ രാവിലെ 10 മണി വരെയുള്ള സമയം എപ്പോഴെങ്കിലും 5 മിനിറ്റ് സമയം കണ്ടെത്തിയാൽ 10 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തു പോകാൻ സാധിക്കുന്നതാണ്. ആ ഉത്തരം ശരിയോ തെറ്റോ ആകട്ടെ, ബൈബിൾ വായിക്കുവാൻ സമയം കണ്ടെത്തി ഒരു 5 മിനിറ്റ് ഒരധ്യായം വായിക്കുവാനായിട്ട് സമയമില്ല എന്ന് പറയുന്നവർ മനസ്സുവെച്ചാൽ ഇതിനും സമയം കണ്ടെത്താൻ സാധിക്കും. കർത്താവ് നമുക്കായി നൽകിയിരിക്കുന്ന 24 മണിക്കൂറിൽ 5 മിനിറ്റ് കർത്താവിൻ്റെ വചനത്തിനായി മാറ്റിവെക്കാനായിട്ട് നമുക്കില്ലേ? അത് കണ്ടെത്തുവാൻ നമുക്ക് സമയമില്ലേ? അത് കണ്ടെത്തിയാൽ അത് തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു വലിയ സത്വമായി മാറുന്നതാണ്. ആയതിനാൽ തമ്പുരാന് സമയം കൊടുത്താൽ തമ്പുരാൻ നമ്മുടെ സമയങ്ങളെ വിശുദ്ധീകരിക്കും, നയിക്കും, പരിപാലിക്കും. ദൈവത്തിന് തമ്പുരാൻ്റെ വചനത്തിന് ജീവിതത്തിലിടം നൽകാൻ ആഴ്ചയില്ല, ഡെയിലി ഓരോ 10 മിനിറ്റ്, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റെങ്കിലും മാറ്റിവെക്കാൻ നമുക്ക് മനസ്സാകാം. ഡെയിലി ബ്രെഡിലേക്ക് സ്വാഗതം ചെയ്യും. വചനവയലിൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ചിലർക്കൊക്കെ സംശയമുണ്ട്. അത് എവിടെയൊക്കെ നോക്കിയാലാണ് എന്തൊക്കെയാണ് കിട്ടുന്നത്, എങ്ങനെയാണ്, ഒത്തിരി പ്രോഗ്രാം ഉണ്ടല്ലോ, ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആകപ്പാട് കൺഫ്യൂഷൻ ആകുന്നല്ലോ എന്നൊക്കെ ചിന്തകൾ ഉണ്ടാകുന്നു. നന്ന് ഇപ്രകാരമുള്ള സംശയങ്ങൾ ഉണ്ടായെങ്കിലേ കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഒരു ശ്രമം നടത്തുകയുള്ളൂ. ഇതിന് നിങ്ങൾക്ക് ഒരു സഹായിയാണ്
വചനവയൽ അജപാലന വേദിയിൽ എന്ന പങ്ക്തി. വചനവയലിൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് വചനവയൽ അജപാലന വേദിയിൽ എന്ന പ്രോഗ്രാം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ 28ഓളം എപ്പിസോഡുകൾ അതിനകത്തുണ്ട്. ഓരോ എപ്പിസോഡുകൾ ഓരോ പ്രോഗ്രാമിനെ കുറിച്ച് നൽകുന്ന ഷോർട്ട് വിവരണമാണ്. ഈ ചെറു വിവരണത്തിലൂടെ കടന്നു പോയാൽ നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം നിവാരണം വരുത്താൻ സാധിക്കും. ഏത് നോക്കിയാൽ എന്തിനു വേണ്ടിയാണ്, എങ്ങനെയാണ് നോക്കേണ്ടത് എന്ന് വ്യക്തത നൽകുന്നതാണ് ഈ ചെറു എപ്പിസോഡുകൾ. ഇനിയും വരാൻ പോകുന്ന പ്രോഗ്രാമുകൾക്കും ഇനി അവശേഷിക്കുന്ന ചില പ്രോഗ്രാമുകളിലൂടെ ചെയ്യാനുണ്ട്. അവയെല്ലാം തന്നെ ഈ സെക്ഷനിൽ കാണുക. ഇത് സമയം പോലെ ഓരോന്നും ഓരോ ദിവസം കണ്ട് നിങ്ങൾക്ക് സംശയ നിവാരണം വരുത്തുവാൻ സാധിക്കുന്നതാണ്. മത്സരങ്ങളുടെ എല്ലാം റിസൾട്ട് അല്ലെങ്കിൽ വിജയികൾ എന്ന പേരിൽ കൃത്യമായിട്ട് ഓരോന്നിൻ്റെ പേര് ചേർത്ത് പ്രത്യേകം പങ്ക്തികളുണ്ട്. ഡെയിലി ബ്രെഡിൻ്റെത് ഇനി ഡെയിലി റിസൾട്ടായിട്ട് വരുന്നതാണ്. അങ്ങനെ ഓരോന്നിൻ്റെയും ഇപ്പോൾ തന്നെ ക്വിസ് സീരിയലിന് സെപ്പറേറ്റ് ഉണ്ട്, അന്നോപചനത്തിന് സെപ്പറേറ്റ് ഉണ്ട്. ഇങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് കൃത്യതയോടുകൂടി കാണുവാനുള്ള ഉത്തരങ്ങൾ അല്ലെങ്കിൽ വിജയികളെ അറിയുവാനുള്ള അവസരം വചനവയൽ ഒരുക്കിയിട്ടുണ്ട്. ഇവയൊക്കെ കണ്ട് മനസ്സിലാക്കി കൂടുതൽ സജീവമായി സമയം വീണ് കിട്ടുന്ന സമയങ്ങളെ കണ്ടറിഞ്ഞ് ഉപയോഗിച്ച് നമുക്ക് വചനവയലിലെ ഓരോ പങ്ക്തിയിൽ കണ്ണുചേരാം. അതിലൂടെ വചനത്തിൽ വളരാം, ദൈവത്തോട് ചേരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അന്നവും വചനവും പ്രോഗ്രാമിൽ ഈ ആഴ്ചയിൽ എല്ലാ ഉത്തരങ്ങളും ശരിയാക്കിയവർ 25 പേർ. അതിൽ ഒന്നാമത്തെ നറുക്കെടുപ്പിലൂടെ വിജയിയായി വന്നത് നമ്പർ 25 സോമോൾ ജോർജ് ചേപ്പില, രാമഗിരി ഇടവക, ചങ്ങനാശ്ശേരി രൂപത. രണ്ടാമത്തെ അംഗം നമ്പർ 18 ട്രീസ സാങ്ത, വട്ടത്തിൽ, വട്ടയാൽ, ആലപ്പുഴ രൂപത അംഗം. അഭിനന്ദനങ്ങൾ നേരുന്നു. മൂന്നാമത്തെ ആൾ നമ്പർ 7 ടെൽമ ടോമി, പള്ളിപ്പറമ്പിൽ, നെട്ടൂർ ഇടവക, വരാപ്പുഴ രൂപത. അഭിനന്ദനങ്ങൾ നേരുന്നു. നാലാമത്തെ ആൾ നമ്പർ 23 ജിൻസി സേവ്യർ, തട്ടാശ്ശേരി, കൊച്ചി രൂപത, ഇടക്കൊച്ചി ഇടവകാംഗം. അഭിനന്ദനങ്ങൾ. ലാസ്റ്റ് വൺ നമ്പർ 2 ജിൻസി ജിജു, കട്ടത്തറ, ചങ്ങനാശ്ശേരി അതിരൂപത, ചിരംചിറ ഇടവകാംഗം. അഭിനന്ദനങ്ങൾ. വയലിൻ്റെ 14ാം ആഴ്ചയിലെ വിജയികളും നറുക്കെടുക്കപ്പെട്ടവരുടെയും പേര് വിവരങ്ങളാണ് സ്ക്രീനിൽ നാം കാണുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരുന്നു. സമാനമായ ബൈബിൾ സ്വന്തമാക്കുവാനായി കോൺടാക്റ്റ് ചെയ്യുക. 2021 ലോഗോസ് ക്വിസിന് ഒരുക്കമായി വചനവയൽ ഇതിനോടകം 2 ക്വിസ് സീരിയൽ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ആയിരക്കണക്കിന് ആളുകൾ പങ്കുചേർന്ന ഈ ക്വിസ് സീരിയലിൻ്റെ 3ാമത്തെ ഘട്ടം 2021 ലോഗോസ് ക്വിസിൻ്റെ തലേ ആഴ്ച വരെ നീണ്ടു നിൽക്കുന്നതാണ്. 2021 ഏപ്രിൽ 25 മുതൽ 20 ഞായറാഴ്ചകളിലായി സംഘടിപ്പിക്കപ്പെടുന്ന ഈ ക്വിസ് ഓരോ ദിവസത്തിലെയും ക്വിസ് മത്സരം ഇൻഡിപെൻഡൻറ്റ് ക്വിസ് മത്സരമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ഓരോ ആഴ്ചയിലും പങ്കെടുക്കുന്നവർക്ക് അതതാഴ്ച സമ്മാനം കൊടുത്തു പോകുന്ന ക്വിസ് രീതിയാണ് 3ാമത്തെ ക്വിസ് സീരിയലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആയതിനാൽ ഓരോ മത്സരവും ഓരോ മത്സരാർത്ഥിക്കും പ്രധാനപ്പെട്ടതാണ്. ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുള്ളൂ എങ്കിലും വിജയിയാകാൻ സാധ്യതയുണ്ട്. നിരവധി മത്സരങ്ങളിൽ വിജയികളാകുവാനും സാധ്യതയുണ്ട്. എല്ലാ ആഴ്ചയിലും ഏറ്റവും ഉയർന്ന മാർക്ക് നേടുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 2 പേർക്ക്
ഓരോ ബൈബിൾ സമ്മാനമായി നൽകുന്നു. വചനവയൽ ഒരുക്കുന്ന ക്വിസ് സീരിയൽ 3 വിജയികളുടെ പേര് വിവരങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. ഈ ആഴ്ചയിൽ 12 പേർ മുഴുവൻ മാർക്കും സ്വന്തമാക്കി. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. പുതിയ ചോദ്യങ്ങൾ വചനവയൽ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്തതിനാൽ സ്ഥിരം കൂടുതൽ നേട്ടം കൈവരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. പുതിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വചനവയലിൻ്റെ ലോഗോസ് ക്ലബ് മെമ്പർഷിപ്പ് എടുക്കുക. ഈ ആഴ്ചയിൽ മുഴുവൻ മാർക്കും നേടിയവരിൽ നിന്നും 2 പേരെ ബൈബിളിനുള്ള അവകാശികളെ തിരഞ്ഞെടുക്കുന്നു. ഒന്നാമത് നമ്പർ 11 രാജൻ വർഗീസ് പാലയ്ക്കൽ, കൊച്ചി രൂപത അരിപ്പറമ്പ് ഇടവകാംഗം. അഭിനന്ദനങ്ങൾ നേരുന്നു. രണ്ടാമത്തെ അംഗം നമ്പർ 1 ആനി ജോർജ്, തൃശ്ശൂർ അതിരൂപതാംഗം, പറപ്പൂർ ഇടവക. അഭിനന്ദനങ്ങൾ നേരുന്നു. ഇരുവരും ബൈബിളിനായി കോണ്ടാക്ട് ചെയ്യുക. അഭിനന്ദനങ്ങൾ. വചന പഠന മത്സരം 2021 ഏപ്രിൽ മാസത്തെ റിസൾട്ട് മെയ് മാസം 20 മെയ് മാസത്തെ ചോദ്യത്തിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്.